പശ്ചിമേഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും നാടകീയവും സങ്കീർണവുമായ വഴിത്തിരിവുകൾക്കാണ് ഈ ദിവസങ്ങളിൽ ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന രക്തരൂക്ഷിതമായ സൈനിക നീക്കങ്ങൾക്കും അന്തമില്ലാത്ത സാമ്പത്തിക ഉപരോധങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ഫ്രാൻസിലെ മനോഹരമായ തടാകക്കരയിലുള്ള ഏവിയാൻ ലെ ബെയ്ൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ചരിത്രപരമായ പ്രാഥമിക ധാരണാപത്രം അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു നയതന്ത്ര അട്ടിമറിയായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ ചരിത്ര ഉടമ്പടി പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരുമെന്ന പ്രത്യാശകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് വാഷിംഗ്ടണും അതിൻ്റെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വിശ്വസ്തനായ സഖ്യകക്ഷിയായ ഇസ്രയേലും തമ്മിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ സമാധാന നീക്കങ്ങൾ തങ്ങളെ പൂർണ്ണമായും വഞ്ചിക്കുന്നതാണെന്ന കടുത്ത നിലപാടിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും. ഉറ്റമിത്രങ്ങളായിരുന്ന രണ്ട് രാഷ്ട്രത്തലവന്മാർ പരസ്യമായി വാർത്താ സമ്മേളനങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും വാഗ്വാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ പശ്ചിമേഷ്യയിലെ പരമ്പരാഗത സഖ്യങ്ങൾ ശത്രുതയുടെ പുതിയ പാതയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ലോകം ഉറ്റുനോക്കുന്നത്. G7 ഉച്ചകോടിയുടെ സമാപന വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കപ്പെട്ട ഈ 14 ഇന സമാധാന പദ്ധതി കേവലം ഒരു താൽക്കാലിക യുദ്ധവിരാമ കരാർ മാത്രമല്ല, മറിച്ച് മേഖലയിലെ സാമ്പത്തിക സൈനിക സമവാക്യങ്ങളെ പൂർണ്ണമായും പൊളിച്ചെഴുതുന്ന ഒന്നാണ്. ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ വികസിപ്പിക്കുകയോ ഇല്ലെന്ന ഇറാന്റെ സുപ്രധാനമായ ഉറപ്പിന്മേലാണ് ഡൊണാൾഡ് ട്രംപ് ഈ സമാധാന ഹസ്തം നീട്ടിയത്. ഇതിന് പകരമായി ഇറാനുമേൽ ചുമത്തിയിരുന്ന കടുത്ത സാമ്പത്തിക എണ്ണ വ്യാപാര ഉപരോധങ്ങൾ ഘട്ടം ഘട്ടമായി പൂർണ്ണമായും നീക്കം ചെയ്യാൻ അമേരിക്ക സമ്മതിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ബാങ്കുകളിൽ മരവിപ്പിച്ച് നിർത്തിയിരുന്ന ഇറാന്റെ ശതകോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തികൾ തിരികെ നൽകുന്നതിനോടൊപ്പം യുദ്ധക്കെടുതികളിൽ തകർന്ന രാജ്യത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 30,000 കോടി ഡോളറിന്റെ സമാധാന നിധി അനുവദിക്കാനും ഈ കരാറിൽ വ്യവസ്ഥയുണ്ട്. ആഗോള ഊർജ്ജ വിപണിയെയും അന്താരാഷ്ട്ര വ്യാപാര സുരക്ഷയെയും സംബന്ധിച്ചിടത്തോളം ഈ കരാറിലെ ഏറ്റവും പ്രകീർത്തിക്കപ്പെട്ട നേട്ടം മാസങ്ങളായി ഇറാൻ അടച്ചിട്ടിരുന്ന ഹോർമൂസ് കടലിടുക്ക് ഉപാധികളില്ലാതെ തുറന്നു കൊടുക്കാനുള്ള തീരുമാനമാണ്. ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിൻ്റെ 1/5 കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാനമായ ജലപാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് മുൻപ് ഇറാൻ ചുമത്താൻ ഉദ്ദേശിച്ചിരുന്ന ടോളുകൾ ഒഴിവാക്കി പൂർണ്ണമായ സുരക്ഷ ഉറപ്പാക്കുമെന്നും ധാരണയായിട്ടുണ്ട്. എങ്കിലും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുള്ള സൈനിക പ്രകോപനങ്ങളും കടുത്ത എതിർപ്പുകളും ഈ സമാധാന ശ്രമങ്ങളെ ഏത് നിമിഷവും തകർത്തേക്കാവുന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കിടയിൽ ശക്തമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുണ്ടാക്കിയ ഈ പുതിയ ധാരണകൾ ഇസ്രയേൽ ഭരണകൂടത്തെയും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെയും ഒരേപോലെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങളും ബാലിസ്റ്റിക് മിസൈൽ ശേഷിയും പൂർണ്ണമായി തകർക്കാതെയും മേഖലയിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളെ നിഷ്പ്രഭമാക്കാതെയും ഉണ്ടാക്കുന്ന ഏത് കരാറും ഇസ്രയേലിൻ്റെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാണെന്നാണ് നെതന്യാഹു വാദിക്കുന്നത്. വാഷിംഗ്ടണിൻ്റെ ഈ പെട്ടെന്നുള്ള നീക്കം തങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്നതിന് തുല്യമാണെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഇറാന്റെ പതനവും അവിടെ ഒരു ഭരണമാറ്റവും ലക്ഷ്യം വെച്ച് അമേരിക്കയെ യുദ്ധത്തിലേക്ക് നയിച്ച നെതന്യാഹുവിന് ട്രംപിൻ്റെ പുതിയ നയം വ്യക്തിപരമായി വലിയൊരു പരാജയമാണ്. ഇസ്രയേലിലെ പ്രതിപക്ഷ നേതാക്കളും ഈ കരാറിനെതിരെ നെതന്യാഹുവിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. ഇറാനിലെ കൊലയാളി ഭരണകൂടത്തിന് ശതകോടിക്കണക്കിന് ഡോളർ ഒഴുക്കിക്കൊടുക്കാനും അവരുടെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ സുരക്ഷിതമായി നിലനിർത്താനും മാത്രമേ നെതന്യാഹുവിൻ്റെ യുദ്ധതന്ത്രങ്ങൾ ഉപകരിച്ചുള്ളൂ എന്ന് പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തുന്നു. ഈ ആഭ്യന്തര സമ്മർദ്ദങ്ങൾക്കിടയിലാണ് തങ്ങൾ ലെബനന്റെ തെക്കൻ മേഖലകളിൽ സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷാ മേഖലകളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചത്. ഹിസ്ബുള്ളക്കെതിരെയുള്ള പോരാട്ടം പൂർണ്ണ വിജയത്തിൽ എത്തുന്നതുവരെ സൈന്യം അവിടെ തുടരുമെന്ന ഇസ്രയേലിൻ്റെ വാശി ട്രംപ് ഭരണകൂടത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൈമാറിയ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നെതന്യാഹുവിൻ്റെ ഈ കടുത്ത യുദ്ധ നിലപാടുകൾക്ക് പിന്നിൽ രാജ്യസുരക്ഷയേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പാണുള്ളത്. വരാനിരിക്കുന്ന ക്നെസറ്റ് അഥവാ ഇസ്രയേൽ പാർലമെന്റ് പൊതു തെരഞ്ഞെടുപ്പിൽ കടുത്ത ജനവിരുദ്ധ വികാരമാണ് നെതന്യാഹു നേരിടുന്നത്. അഴിമതി ആരോപണങ്ങളും യുദ്ധം നീണ്ടുപോകുന്നതിലെ സാമ്പത്തിക പ്രതിസന്ധികളും അദ്ദേഹത്തിൻ്റെ ജനപ്രീതി വൻതോതിൽ ഇടിവ് വരുത്തിയിട്ടുണ്ട്. ലെബനനിൽ നിന്നും ഹിസ്ബുള്ളയ്ക്ക് മുന്നിൽ നിന്നും പെട്ടെന്നൊരു പിന്മാറ്റമുണ്ടായാൽ അത് ഇസ്രായേൽ വോട്ടർമാർ നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ പരാജയമായി ചിത്രീകരിക്കുമെന്ന് US രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ അധികാരം നിലനിർത്താനും ഭരണകൂടത്തിലെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്താനും ലെബനനിലെ സൈനിക അധിനിവേശം പരമാവധി നീട്ടിക്കൊണ്ടുപോകാനാണ് നെതന്യാഹുവിൻ്റെ നീക്കം. നെതന്യാഹുവിൻ്റെ സഖ്യസർക്കാരിലെ തീവ്ര വലതുപക്ഷ നേതാവും ആഭ്യന്തര സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻ ഗ്വിറിൻ്റെ പ്രസ്താവനകൾ ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ ഈ നിഗൂഢ അജണ്ട പരസ്യമാക്കുന്നതായിരുന്നു. ഒരു ഇസ്രായേൽ അമ്മയുടെ ഓരോ തുള്ളി കണ്ണീരിനും പകരമായി 1000 ലെബനീസ് അമ്മമാർ കരയണമെന്നും ലെബനൻ പൂർണ്ണമായും കത്തിയെരിയണമെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ പരസ്യമായ ആഹ്വാനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്.
യുദ്ധം നീട്ടിക്കൊണ്ടുപോയാൽ മാത്രമേ തങ്ങൾക്ക് രാഷ്ട്രീയം നിലനിൽപ്പുള്ളൂ എന്ന ഇസ്രായേൽ ഭരണകൂടത്തിലെ ഒരു വിഭാഗത്തിന്റെ ചിന്താഗതിയാണ് ഇത്തരം ക്രൂരമായ പ്രസ്താവനകളിലൂടെ പുറത്തുവരുന്നത്. പരമ്പരാഗതമായി ലോകത്തിലെ ഏറ്റവും ശക്തമായ തന്ത്രപ്രധാന സഖ്യകക്ഷികളായി കണക്കാക്കപ്പെടുന്ന അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും പരസ്യമായ ഒരു നയതന്ത്ര യുദ്ധത്തിലേക്ക് കടക്കുന്നത്. G7 ഉച്ചകോടിയുടെ വേദിയിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിന്റെ ലെബനൻ നയങ്ങളെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ഹിസ്ബുള്ള ഭീകരരെ തിരയുന്നതിന്റെ പേരിൽ സാധാരണക്കാർ താമസിക്കുന്ന വലിയ പാർപ്പിട സംശയങ്ങൾ ബോംബിട്ട് തകർക്കുന്ന ഇസ്രയേൽ സൈന്യത്തിന്റെ രീതിയെ ട്രംപ് പരസ്യമായി കുറ്റപ്പെടുത്തി. ഇസ്രയേൽ ലെബനനിൽ പരിധിയിലധികം ആളുകളെ കൊന്നൊടുക്കുകയാണെന്നും സാധാരണക്കാരുടെ മരണം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അമേരിക്കയുടെ സമാധാന ശ്രമങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ ഇടയാക്കുമെന്നും ട്രംപ് തുറന്നടിച്ചു. അമേരിക്കയുടെ സാമ്പത്തികവും സൈനികവുമായ സഹായമില്ലായിരുന്നുവെങ്കിൽ ഇസ്രയേൽ എന്നൊരു രാജ്യം തന്നെ പണ്ടേ തകർന്നു പോകുമായിരുന്നുവെന്ന കടുത്ത യാഥാർത്ഥ്യവും ട്രംപ് നെതന്യാഹുവിനെ ഓർമ്മിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് JD വാൻസും ഇതേ കർശന നിലപാട് തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ലോകത്ത് ഇസ്രായേലിനോട് ഏറ്റവും കൂടുതൽ അനുഭാവം പുലർത്തുന്ന ഏക ഭരണത്തലവൻ ഡൊണാൾഡ് ട്രംപ് മാത്രമാണെന്നും തങ്ങൾക്ക് അവശേഷിക്കുന്ന ഒരേയൊരു ശക്തനായ സഖ്യകക്ഷിയെ പിണക്കാൻ മുതിരുന്നത് ഇസ്രായേലിന്റെ ആത്മഹത്യാപരമായ നീക്കമായിരിക്കുമെന്നും വാൻസ് തുറന്നടിച്ചു. രണ്ട് ഉറ്റമിത്രങ്ങൾ തമ്മിലുള്ള ഈ തുറന്ന പോരാട്ടം മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കുന്നു. അമേരിക്കയുടെയും ഖത്തറിന്റെയും സംയുക്തമായ മധ്യസ്ഥ ശ്രമങ്ങൾക്കൊടുവിൽ ലെബനനിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി സ്വിറ്റ്സർലൻഡിലെ ബർഗൻസ്റ്റോക്ക് റിസോർട്ടിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ കൂടുതൽ വിപുലമായ സമാധാന ചർച്ചകൾ നടത്താൻ നിശ്ചയിച്ചിരിക്കുകയുമാണ്. എന്നാൽ ലെബനൻ അതിർത്തികളിൽ വീണ്ടും ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ബെയ്റൂട്ടിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം തുടരുകയും ചെയ്തതോടെ ഈ നിർണായക ചർച്ചകൾ അടിയന്തരമായി റദ്ദാക്കേണ്ടി വന്നു. വെടിനിർത്തൽ സമയപരിധി കഴിഞ്ഞിട്ടും ഇസ്രയേൽ ലെബനനിൽ ബോംബാക്രമണം തുടർന്നതായി പ്രാദേശിക ഉദ്യോഗസ്ഥരും സ്ഥിരീകരിക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടം ഇറാനുമായി ഉണ്ടാക്കിയ സമാധാന ചർച്ചകളെ ബോധപൂർവം അട്ടിമറിക്കാനുള്ള നീക്കമായാണ് വാഷിംഗ്ടൺ ഇതിനെ കാണുന്നത്. ഈ നയതന്ത്ര ഭിന്നത പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീങ്ങുന്നത് ആഗോള ഊർജ്ജ വിപണിക്ക് വലിയ ആശ്വാസമാകുമെങ്കിലും ഇസ്രയേൽ ഉയർത്തുന്ന ഭീഷണി വിപണിയിൽ കടുത്ത അനിശ്ചിതത്വം നിലനിർത്തുന്നുണ്ട്. സമാധാന കരാർ തകിടം മറിഞ്ഞാൽ ഇറാൻ വീണ്ടും തങ്ങളുടെ ആണവ പദ്ധതികളിലേക്ക് തിരിയുമെന്നും അത് കൂടുതൽ വലിയ സൈനിക നീക്കങ്ങൾക്ക് കാരണമാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. വരും ദിവസങ്ങളിൽ വൈറ്റ് ഹൗസ് ഇസ്രയേലിന് മേൽ കൂടുതൽ കടുത്ത നയതന്ത്ര സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ചെലുത്താനാണ് സാധ്യത. എന്നാൽ സ്വന്തം രാഷ്ട്രീയ ഭാവി അപകടത്തിലാക്കിക്കൊണ്ട് ട്രംപിന്റെ സമാധാന കരാറിന് വഴങ്ങാൻ നെതന്യാഹു തയ്യാറാകുമോ എന്നത് മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തെ നിർണ്ണയിക്കുന്ന വലിയൊരു ഘടകമായിരിക്കും. ഒരു വശത്ത് തന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ വിദേശ നയ നേട്ടമായി ഇറാൻ കരാറിനെ ഉയർത്തിക്കാട്ടാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ മറുവശത്ത് സ്വന്തം രാഷ്ട്രീയ ഭാവിക്കായി യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ നെതന്യാഹുവും ശ്രമിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും അതിൻ്റെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയും തമ്മിലുള്ള ഈ നിഴൽയുദ്ധം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറ്റാൻ പോകുന്നതാണ്. സമാധാനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുമോ അതോ വീണ്ടും ഒരു മഹായുദ്ധത്തിലേക്ക് മേഖലയെ തള്ളിവിടുമോ എന്ന കടുത്ത ചോദ്യമാണ് ഇപ്പോൾ പശ്ചിമേഷ്യൻ നേതാക്കൾക്ക് മുന്നിലുള്ളത്. അന്തിമമായി ഈ തർക്കങ്ങളുടെ പരിണിതഫലം അനുഭവിക്കേണ്ടി വരുന്നത് അവിടെയുള്ള ദശലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ വശം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.